ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ക്രിസ്തുവിൽ വളരുവാൻ വിളിക്കപ്പെട്ടവർ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തിലൂടെ വളരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെയും അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. വളർച്ച എന്ന ഒരു വലിയ സത്യം ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാകുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ദൈവപൈതൽ ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ശിഷ്യനായി തീരുകയാണ്, ഒരു ശിഷ്യയായി തീരുകയാണ്. ശിഷ്യത്വത്തിലൂടെയാകുന്നു പുത്രത്വത്തിൻ്റെ എല്ലാവിധമാകുന്ന അവകാശങ്ങളും ആ വ്യക്തിയിൽ വെളിപ്പെടുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ, ദൈവകുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരാൾ ദൈവപുത്രനാകുന്നു. എങ്കിലും ആ ശൈശവ സമയമല്ലേ, ആ ശൈശവ സമയത്ത് നിന്ന് പുത്രത്വത്തിലേക്കുള്ള ആ വളർച്ചയുടെ ആ സമയം, ആ ശിഷ്യത്വം, അവിടെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈപ്പിളിംഗ് എന്ന് പറയുവാൻ കഴിയും. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അവർ ഡിസൈപ്പിൾസ്, അവർ ശിഷ്യന്മാർ, അവർ ഡിസിപ്ലിനുകൾക്ക് വിധേയമായപ്പോഴാകുന്നു അവർ ഡിസൈപ്പിൾസായി തീരുന്നത്. അവനായ ഭാഷയിൽ ഡിസൈപ്പിളിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാത്തറ്റസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്തറ്റസ്, വൺ ഹൂ ലേൺസ്, പഠിക്കുന്നവൻ, അറിവ് സ്വീകരിക്കുന്നവൻ, ജീവിതത്തിൽ വചനത്തിലെ സത്യങ്ങൾ പ്രായോഗികമാക്കുന്നവൻ, വൺ ഹൂ ലേൺസ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശൈശവ അനുഭവങ്ങളിൽ നിന്ന് വളർച്ച പ്രാപിക്കണം, വചനം സ്വീകരിച്ച് വളർച്ച പ്രാപിക്കണം. നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ പാപികളായിരുന്ന സന്ദർഭത്തിൽ പിശാചല്ലേ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ ഭൂമിയിൽ ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ ന്യൂട്രൽ ആകുന്നു എന്ന്. അങ്ങനൊരവസ്ഥയില്ല. നിങ്ങൾ ദൈവത്തിൻ്റേതല്ല എങ്കിൽ, ദൈവത്തിനുള്ളവർ അല്ല എങ്കിൽ നിങ്ങൾ പിശാചിനുള്ളവരാകുന്നു. ഈ ഭൂമിയിൽ ആരും ന്യൂട്രലായിട്ടില്ല. പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തിനുള്ള വ്യക്തിയുമല്ല, ഞാൻ പിശാചിനുള്ള വ്യക്തിയുമല്ല, ഞാൻ ന്യൂട്രലാകുന്നു എന്ന്. അങ്ങനെ ഒരു അവസ്ഥയില്ല. ദൈവത്തിന് വേണ്ടിയുള്ളവരല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിശാചിനുള്ളവരാകുന്നു. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ പിശാചാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ ഒരനുഭവത്തിൽ നിന്നാണ്, പഴയ യജമാനനിൽ നിന്ന് ഇതാ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം ഒരു പുതിയ യജമാനൻ്റെ അധികാരത്തിലേക്ക് വരികയാണ്. പഴയ രാജ്യത്തിൽ നിന്ന് ഇതാ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പഴയ ഒരു ഗവൺമെൻറ്, ഒരു ഭരണ സംവിധാനമായിരുന്നു നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പൈശാചികമാകുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ നിന്ന്, പഴയ ഗവൺമെൻറ്റിൽ നിന്ന് നാം ഇതാ പുതിയ ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ദൈവ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, കിങ്ഡം എന്ന് പറയുമ്പോൾ തന്നെ അത് ഗവൺമെൻറ് ആകുന്നുവല്ലോ, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് സ്ഥാനമാറ്റം ലഭിക്കുകയാണ്. ഇരുട്ടിൽ ആയിരുന്ന നാം ഓരോരുത്തരും ഇതാ യേശുക്രിസ്തുവിനാൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയുള്ളൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് രാവും പകലും പോലെയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ജീവിതവും രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതവും. യജമാനൻ മാറിയിരിക്കുന്നു, ഭരണ സംവിധാനം മാറിയിരിക്കുന്നു, വെളിച്ചപൂരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു.
ആ മാറ്റത്തിന് വിധേയമാകുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനത്തിൻ്റെ സ്വാധീനം, ആ സ്വാധീനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ശരീരം പരിചയിച്ചിരുന്നത് ആ സ്വാധീനത്തിൻ്റെ കീഴിലുള്ള അനുഭവങ്ങളായിരുന്നു ശരീരവും മനസ്സും പരിചയിച്ചിരുന്നത്. ആ പരിചയങ്ങൾ പോയില്ലേ? ആ പരിചയങ്ങൾ പോയിട്ട് പുതിയ സംവിധാനത്തിലേക്ക് വരുമ്പോൾ, ദൈവിക ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഈ ശരീരവും ഈ മനസ്സും അതിനോട് യോജിച്ച് വരേണ്ടത് ആവശ്യമാണ്. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. മുൻകാലത്ത് എന്താണ് നമ്മൾ ചെയ്തിരുന്നത്? അധർമ്മത്തിനായിട്ട്, അധർമ്മം ചെയ്യുവാൻ വേണ്ടി അശുദ്ധിക്കും അധർമ്മത്തിനും ഈ ശരീരത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. അവിടെ നിന്നും നാം രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതിനാൽ ഇതാ പൗലോസ് പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ, കണ്ണ്, ചെവി, ശബ്ദം, കൈകൾ, നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നീതിയുടെ കീഴിലേക്ക്, വിശുദ്ധീകരണത്തിൻ്റെ സ്വാധീന വലയത്തിലേക്ക് നമ്മുടെ ശരീരത്തെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവുമായി സഹകരിക്കുകയാണ് എങ്കിൽ ഈ ശരീരത്തെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും. ഈ ഭാഗത്താണ് നമുക്ക് വളർച്ച ആവശ്യമായിരിക്കുന്നത്. ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിൽ വളർച്ച പ്രാപിച്ചവരായിരുന്നു. പാപം ചെയ്യുവാൻ വേണ്ടി നമുക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നാം ഇന്നലകളിൽ ചെയ്തത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതിനാൽ ഈ ശരീരം ചിലപ്പോൾ അതിനോട് യോജിച്ച് വരികയില്ല. പഴയ ആഗ്രഹങ്ങളൊക്കെ ഈ ശരീരത്തിൽ പൊന്തി വരുമ്പോൾ അവിടെ ശരീരത്തിന് പരിശീലനം ആവശ്യമാണ്. മനസ്സ്, അതിൻ്റെ ചിന്തകൾ, അതെല്ലാം പഴയ കാര്യങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അവിടെ മനസ്സിന് പരിശീലനം ആവശ്യമാണ്, ഒരു വളർച്ച ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്. അത് ശിഷ്യത്വത്തിലൂടെയാണ് ലഭിക്കുന്നത്. കർത്താവ് ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് 1937 ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ് ഡൈട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹത്തെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു. അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമാകുന്നൊരു പുസ്തകമുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള ആ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് വിശ്വാസം, നീതീകരണം, വിശുദ്ധീകരണം ഇവയെല്ലാം ഇതിനെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു ഏക വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു: യേശുക്രിസ്തുവിനെ അനുഗമിക്കുക. ഫോളോയിങ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുമ്പോൾ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ നിന്നുള്ള നീതീകരണവും വിശുദ്ധീകരണവും ലഭിക്കുകയാണ്. ഫോളോയിങ് ക്രൈസ്റ്റ്. ആ ഫോളോയിങ് ക്രൈസ്റ്റ് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പുകളുണ്ട്, പല ചോയ്സസ് ഉണ്ട്. യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിയോഗം ലഭിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അനുസരിക്കാതിരിക്കാം. അനുഗമിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ അനുസരിക്കുന്നവരായിരിക്കും. അനുഗമിക്കുന്നവരുടെ പ്രത്യേകതയാണ്, യേശുവിനെ അനുഗമിക്കുന്നവരുടെ പ്രത്യേകതയാണ്, അനുഗമിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരുടെ പ്രത്യേകതയാണ്. അവർ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പഴയ കാലങ്ങളിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമോ? ഒരു കാരണവശാലും കഴിയുകയില്ല. പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആരംഭത്തിൽ തന്നെ യേശുവിന് വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ പലതും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ, ഒരു പഴയതിനെ മുഴുവനും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ, പലതുമെന്നല്ല, പഴയതിനെ മുഴുവനും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിനക്ക് യേശുവിനെ അനുഗമിക്കുവാൻ കഴിയത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ പത്രോസ്
യേശുവിനിൽ നിന്നൊരു വലിയൊരു അത്ഭുതം സ്വീകരിച്ചു. തൻ്റെ പടക് നിറയെ പെരുത്ത മീൻകൂട്ടത്തെ തനിക്ക് ലഭിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവർ അങ്ങനെ ചെയ്തപ്പോൾ, യേശുവിൻ്റെ വാക്കിന് വല വീശുവാൻ അവർ തയ്യാറായപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വലിയൊരു മീൻപിടുത്തം കിട്ടി, ഭയങ്കര മീൻപിടുത്തം കിട്ടി. അപ്പം ഇവിടെ ഈ അത്ഭുതം സംഭവിക്കുമ്പോൾ ശിമോൻ പത്രോസ് പെട്ടെന്ന് തനിക്ക് തൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്, പാപബോധം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ശിമോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കലോട്ടങ്ങ് വീഴുന്നത്. ഒരത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓടി നടന്ന് അതിനെക്കുറിച്ച് എല്ലായിടത്തും പറയേണ്ടതല്ലേ. എന്നാൽ പെട്ടെന്ന് ഈ മനുഷ്യനിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്, ഒരു മാറ്റത്തിൻ്റെ ആരംഭം കുറിക്കുന്ന സമയമാണ് അത്. തന്നിൽ കടുത്ത ആഴത്തിലുള്ള പാപബോധം കൊണ്ടുവരികയാണ്. അതാണ് ആ മനുഷ്യൻ നേരെ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണത്. യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് അദ്ദേഹം പറയുകയാണ്, പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. 8-ാം വാക്യത്തിൽ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. നോക്ക്, ഒരാളിൻ്റെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആ മനുഷ്യന് തനിക്കുണ്ടാകുന്ന തൻ്റെ അവസ്ഥകളെക്കുറിച്ചുണ്ടാകുന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് വല്ലാത്ത വേദന സൃഷ്ടിക്കും. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ രസിക്കുകയാണ്, പാപത്തിൻ്റെ സുഖം മുഴുവൻ അനുഭവിക്കുകയാണ്. പാപം എന്തെങ്കിലും കുഴപ്പമുള്ളതാണ് എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുകയില്ല. എപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പാപത്തെക്കുറിച്ച് ബോധം ലഭിക്കുന്നത്, പാപബോധം ലഭിക്കുന്നത്? പാപം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സുഖമുള്ള കാര്യമല്ല, അതിന് തീവ്രമാകുന്ന പരിണിത ഫലങ്ങൾ ഉണ്ട് എന്നുള്ള ബോധം ലഭിക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ തനിക്ക് പാപബോധം ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ആർക്കും പാപബോധം ലഭിക്കുകയില്ല. പാപം ചെയ്യുന്നവർ പാപത്തിൽ നല്ലപോലെ സുഖിച്ചുകൊണ്ട്, ആ പാപത്തിൽ രസിച്ചുകൊണ്ട്, അതിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് അവരങ്ങനെ ലോകത്തിലെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവൻ യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ, യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുകയാണെങ്കിൽ, യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുകയാണെങ്കിൽ പാപബോധം ലഭിക്കും. പത്രോസിൽ അതാണ് സംഭവിക്കുന്നത്. ഇദ്ദേഹം യേശുവിനോട് പറയുന്നത് എന്നെ വിട്ടു പോകണമേ എന്നാണ്. അതുപോലെ അസഹനീയമാകുന്ന പാപബോധമുണ്ടായത് അതിൻ്റെ കാരണക്കാരൻ യേശു ആകുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ യേശുവിനോട് പറയുകയാണ് എന്നെ വിട്ടു പോകണമേ എന്ന്. എന്നാൽ യേശു അവനെ തൻ്റെ ശിഷ്യനാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതിനാൽ യേശു അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് യേശു അവനോട് പറയുകയാണ്. എന്നെ ഫോളോ ചെയ്യുക, നീ എന്നെ അനുഗമിക്കുക, എന്നെ നീ ഫോളോ ചെയ്യുക എന്നുള്ള ആ കൽപ്പന യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവരെ അനുഗമിച്ചു. അത് ശ്രദ്ധിക്കുക, സകലവും വിട്ട്, സകലവും, പഴയതിനെ മുഴുവൻ ഉപേക്ഷിക്കുകയാണ്, പഴയ സകല പാപപ്രവർത്തികളെയും ഉപേക്ഷിക്കുകയാണ്, ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഉപേക്ഷിക്കുകയാണ്. ടോട്ടലി ഞാൻ അങ്ങിൽ ഇനി ട്രസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. യേശുവേ, ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, അങ്ങയെ അനുഗമിക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ തീരുമാനം, എൻ്റെ സമ്പൂർണ്ണ ആശ്രയം അങ്ങിലാകുന്നു. അങ്ങിൽ ഞാൻ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. എല്ലാ കാര്യത്തിനും, എൻ്റെ ഭാവിയുടെ എല്ലാ കാര്യത്തിനും വേണ്ടി ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. എൻ്റെ സാമ്പത്തികത്തിന് ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. എൻ്റെ വിശുദ്ധ ജീവിതത്തിന് ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. എൻ്റെ ഭാവിയിലെ ജോലിക്ക് ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പഴയത് മുഴുവൻ ഉപേക്ഷിക്കുന്നത്. വാ, IBM എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർഷങ്ങൾക്ക് മുന്നമേയാണ് ഉന്നത ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിൻ്റെ ജോലി രാജിവെച്ച് നീ എന്നെ അനുഗമിക്കുക എന്ന്. തൻ്റെ ജോലി എന്ന് പറയുന്നത് ചെറിയ ശമ്പളമൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത്
ഉന്നതമാകുന്ന ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന, വലിയ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഉന്നത സ്ഥാനത്തിരുന്ന മനുഷ്യനോടാണ് ദൈവം പറയുന്നത്. അദ്ദേഹം അത് കേട്ടു, അനുസരിച്ചു, ആ ജോലി രാജിവെച്ചു. കമ്പനിക്കാർ തന്നെ വിടത്തില്ല. കമ്പനി പറയുന്നത്, നീ എന്തിനാണ് രാജിവെക്കുന്നത്, നിനക്ക് വീണ്ടും ശമ്പളം ഞങ്ങൾ കൂട്ടിത്തരാം. അദ്ദേഹത്തെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരിക്കലും ലാഭകരമല്ല. കമ്പനി ഇദ്ദേഹത്തെ വിടാതിരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും ഇദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങി. ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ ആകമാനം മാറ്റിമറിക്കുന്നതാണ്. ദൈവം എന്ത് ഉദ്ദേശത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചുവോ ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തിച്ചേരും, ആ പേർപ്പസുകളിൽ നിങ്ങൾ എത്തിച്ചേരും. അതാണ് പത്രോസിൽ സംഭവിച്ചത്. പത്രോസിൻ്റെ ജീവിതമാകമാനം മാറുകയാണ്. അവൻ പഴയതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നു. മത്തായിയുടെ അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷം യേശു പുറപ്പെട്ട് ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഈ പലരുടെയും ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷവും പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഗുരുതരമാകുന്ന പ്രശ്നം. എന്തുകൊണ്ട് അവർക്ക് ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നു? പഴയ സാധനങ്ങൾ ഇപ്പോഴും, ഇരുട്ടിൻ്റെ പല പ്രവൃത്തികളും ഇപ്പോഴും അവർ വെച്ചോണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തെയും മനസ്സിനെയും സമ്പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്തിട്ടില്ല. പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ ലേവിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. 29-ാമത്തെ വാക്യത്തിൽ ലേവി തൻ്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി, ഒരു ഗ്രേറ്റ് ഫീസ്റ്റ് ഉണ്ടാക്കി. എല്ലാവരെയും വിളിച്ചു, ചുങ്കക്കാരെയും തൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് അവരെ സുവിശേഷം കേൾപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു ഗ്രേറ്റ് ഫീസ്റ്റ് ഒരുക്കിയതിന് ശേഷം എല്ലാവരുടെയും മുൻപിൽ യേശുവിലൂടെ അവർക്ക് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണമുള്ള അവസരം ഒരുക്കി കൊടുത്തു. അത്ഭുതകരം. ഇത് തന്നെയാണ് അബ്രഹാമിൽ സംഭവിക്കുന്നത്. അബ്രഹാമിനോട് കർത്താവ് അതാണ് പറയുന്നത്. ഓക്കെ, നീ എന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയാണോ? നിന്നെ ഞാനാ വിളിക്കുന്നത്. ആ കോളിങ്ങിനോട് നീ പ്രതികരിച്ച് എന്നെ അനുസരിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഇതുവരെയും നീ ആയിരുന്നുവല്ലോ നിൻ്റെ കാര്യമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടും കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. ഭാഗികമാകുന്ന ഒരു സമർപ്പണമല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പഴയ കാര്യങ്ങൾ കുറേ എടുത്തോണ്ട് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പാർക്കാം, യേശുവിനെ അനുഗമിക്കാം എന്നൊക്കെ കരുതുകയാണെങ്കിൽ അപകടത്തിലായിത്തീരും. പഴയ ചരക്കുകളെ മുഴുവൻ ഉപേക്ഷിക്കണം. പഴയ ആശ്രയങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. എന്നിട്ട് സമ്പൂർണ്ണമായിട്ട് യേശുവിൻ്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കണം. യേശുവിനോട് പറയണം, അങ്ങനെ വലിയൊരു ജാതിയാക്ക്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതാ ഞാനിപ്പോൾ ക്രൂശിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. A to Z എല്ലാ കാര്യങ്ങളും യേശു ഏറ്റെടുക്കുന്ന അത്ഭുതകരമാകുന്ന ഒരു വളർച്ചയുടെ അനുഭവത്തിലേക്ക് അവിടുന്ന് നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വളർച്ച പ്രാപിക്കുകയാണ് എങ്കിൽ, ആ വളർച്ച ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യുവാൻ തയ്യാറാകും. ഞാൻ ചില മേഖലകളെ തൊടുകയാണ്. ഒന്ന്, ഡിസിപ്ലിൻ യുവർ തോട്ട്സ്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുവാൻ തയ്യാറാകുക. പണ്ട് കാലത്ത് ചിന്തിച്ചതുപോലെയുള്ള രീതികളിൽ ചിന്തിക്കുന്നതിന് മാറ്റമുണ്ടാകട്ടെ. ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ. റോമാലേഖനത്തിലെ വാക്യം നമുക്ക് വളരെ പരിചിതമാകുന്ന വാക്യമാകുന്നുവല്ലോ.
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള 12-ാം അധ്യായം 2-ാം വാക്യം, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ചിന്തകൾക്ക് ആകമാനം ഒരു മാറ്റം ഉണ്ടാകണം. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. അവിടെ ഡിസിപ്ലിൻ ചെയ്യണം. നമ്മൾ തന്നെ ആ ചിന്തകളെ ഡിസിപ്ലിൻ ചെയ്യണം. ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ പുറത്താക്കിയതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുവാൻ തക്കവണ്ണം നാം ആ മേഖലയിൽ ഒരു ശിക്ഷണത്തിനു വിധേയമാകണം. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുക. നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുക. സമയം നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? മടി പിടിച്ച് വെറുതെ ഇരിക്കുകയാണോ? വെറുതെ ഫോണിൽ കൂടെ ആവശ്യമില്ലാത്ത സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ കർശനമാകുന്ന നിലയിൽ നിങ്ങളുടെ സമയത്തെ ഫലവത്തായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഡേയെ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യണം. എപ്പോൾ എഴുന്നേൽക്കും, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും, എത്ര സമയം പ്രാർത്ഥിക്കും, പ്രാർത്ഥന ആവശ്യമാണ്, വചനം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്, ബൈബിൾ എത്ര സമയം വായിക്കും, പഠിക്കും, കേൾക്കും, സമയം മാറ്റിവെക്കണം. അതിനുശേഷം എന്താണ് ഞാൻ പകൽ ചെയ്യുവാൻ പോകുന്നത്? ഓഫീസിലേക്ക് പോകുന്നുവെങ്കിൽ ഓഫീസിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ആ വർക്ക് സമയത്ത് കിട്ടുന്ന ആ ലെഷർ ടൈമിൽ ഞാൻ എങ്ങനെയാണ് സമയം ചിലവഴിക്കുവാൻ പോകുന്നത്? വൈകുന്നേരം ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമയം ചിലവഴിക്കുവാൻ പോകുന്നത്? ആ ഡേ നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യണം. തീത്തോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ക്രൈത്യരെ കുറിച്ച് പറയുന്നത് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. ക്രൈത്യർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു കവി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പൗലോസിലൂടെ പറയുന്ന മടിയന്മാരായ പെരുവയറന്മാർ. 13-ാമത്തെ വാക്യത്തിൽ ഈ സാക്ഷ്യം നേർ തന്നെ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും അവരെ കഠിനമായി, 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവരെ കഠിനമായി ശാസിക്കുക. അപ്പോൾ തീത്തോസ് ഇപ്പോൾ ഈ സ്ഥലത്താണ് ശുശ്രൂഷിക്കുന്നത്. ക്രേത്യ എന്ന് പറയുന്ന സ്ഥലത്താണിപ്പോൾ തീത്തോസ് ശുശ്രൂഷിക്കുന്നത്. ആ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഉള്ള മനുഷ്യരുടെ അവരുടെ പഴയ പ്രകൃതം അതിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം അവരെ നല്ലതുപോലെ ഡിസിപ്ലിൻ, ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കുക എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കാരണം അവർ അലസന്മാരാണ്. 2 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായി തീരണം. നിങ്ങളെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? നിങ്ങൾ കാർഷികമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകുന്നുവോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ദൈവജനം പഠിപ്പിക്കുക, ദൈവജനം ശുശ്രൂഷിക്കുക, ഈ ദൗത്യങ്ങളാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരെ ആത്മീകമായി പിന്തുണയ്ക്കുക, ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതേപോലെ ഓരോരുത്തർക്കും ദൈവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ദൗത്യങ്ങൾ, ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു കർഷകനായിരിക്കാം. വ്യത്യസ്തമാകുന്ന ഓരോ ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ദൗത്യങ്ങളിലെല്ലാം ഡിസിപ്ലിൻ ഉണ്ടാകണം, ക്രമമുണ്ടാകണം. വാക്കു പറഞ്ഞാൽ മാറരുത്. 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് തന്നെ ചെന്നിരിക്കണം. വാക്കു പറഞ്ഞാൽ മാറരുത്. ആ നിലകളിൽ നിങ്ങളുടെ വാക്കുകളെ ഡിസിപ്ലിൻ ചെയ്യണം, നിങ്ങളുടെ പ്രവർത്തികളെ ഡിസിപ്ലിൻ ചെയ്യണം, നിങ്ങളുടെ അധ്വാനത്തെ അതിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. അവിടെ ഒരു ടോയിലിങ്ങിൻ്റെ ആവശ്യമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കണം. വളരെ മെൻ്റൽ പീസോടുകൂടെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നന്നായിട്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുമ്പോഴാകുന്നു അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ക്രിസ്തുവിൽ വളർച്ച ലഭിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം കേൾക്കുകയായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു ചെറുപ്പക്കാരൻ, അവന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബേക്കറിയിൽ ഒരു ജോലി ലഭിച്ചു. ബേക്കറിയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു ജോലി ലഭിച്ചു. അവൻ അതിൽ വിശ്വസ്തനായിരുന്നു.
അവൻ അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ബേക്കറി ഉടമസ്ഥന് ഒരുപാട് ബേക്കറികളുണ്ട്, അദ്ദേഹത്തിന് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ ബേക്കറി നടത്താൻ തനിക്കൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവനോട് ചോദിച്ചു, നിനക്ക് ഈ ബേക്കറി റൺ ചെയ്യാമോ? ഇത് വിലയ്ക്ക് മേടിച്ച് നീ റൺ ചെയ്യുക. അവനത് വിലയ്ക്ക് മേടിക്കുവാൻ തക്കമുള്ള സാമ്പത്തികം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചുമതലപ്പെട്ട ചിലരുമായിട്ട് ചർച്ചുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചർച്ച് അവനെ ഉത്സാഹിപ്പിക്കുകയും അവന് പിന്തുണ നിൽക്കുകയും ചെയ്തു. അവനിപ്പോൾ ആ ബേക്കറിയുടെ, അതൊരു ലോങ് സ്റ്റോറി, അത് ചുരുക്കി പറയുകയാണെങ്കിൽ അവനിപ്പോൾ ആ ബേക്കറിയുടെ ഉടമസ്ഥനാണ്. വാ! അപ്പോൾ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ അവൻ വിശ്വസ്തനാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ ആ ഉടമസ്ഥന് ഈ ബേക്കറി ഇവന് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായത്. ജോസഫ് തടവറയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തടവുകാരനെ ആ തടവറയുടെ ചുമതലയിലുള്ള ആള് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ജോസഫ് തടവറയിൽ ചെന്നു ചില ദിവസങ്ങൾക്കുള്ളിൽ ആ തടവറയുടെ ഒരു നായക സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി. ഡിസിപ്ലിൻ ലൈഫ്, വളരെ ശിക്ഷണങ്ങൾക്ക് വിധേയമായ ജീവിതത്തിൽ ക്രമീകരണങ്ങളുള്ള, നല്ല ക്രമത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ജീവിതം നയിച്ചത് കൊണ്ടാണ്, ആ നിലയിൽ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സ്പർശിക്കുവാൻ പോകുന്നു. ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ മേലും ഒരു പകർച്ച സംഭവിക്കട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഒരു സ്വർഗീയ സ്പർശനം ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഓരോരുത്തരും അനുഭവിക്കട്ടെ. രോഗികളായിട്ടുള്ളവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഠിനമാകുന്ന പനി, വിട്ടുമാറാത്ത പനി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ മുട്ടിൻ്റെ മേലുള്ള വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആമേൻ. കേൾക്കാൻ വയ്യാത്ത ചെവി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. മഹാത്ഭുതം സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ പകർച്ച, രോഗസൗഖ്യത്തിൻ്റെ പകർച്ച, രോഗികൾ സൗഖ്യമാകട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കാലുകളിൽ, അസ്ഥികളിൽ, മാംസപേശികളിൽ ഇപ്പോൾ ബലം വരട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നടക്കുക, എഴുന്നേറ്റ് നടക്കുക. യേശുവിൻ നാമത്തിൽ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു, ഒന്നും ഓർത്തിരിക്കാൻ കഴിയുന്നില്ല. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആ ബ്രെയിൻ സെൽസുകളെ തൊടണമേ, ഓർമ്മശക്തിയെ വീണ്ടും പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരെ സ്പർശിക്കണമേ, വിടുവിക്കണമേ, അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ എപ്പിസോഡ് നിശ്ചയമായിട്ടും മറ്റ് പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.